ആര്യാടൻ ഷൗക്കത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജിന്റെ അടുത്തേക്ക് നമുക്ക് പോകാം. എം സ്വരാജിന്റെ ഒരു പ്രത്യേകത എന്താണെന്നാൽ അദ്ദേഹം ഈ നിലമ്പൂർ സ്വദേശിയാണ്. നിലമ്പൂരിലെ പോത്തുകല്ലാണ് എം സ്വരാജിന്റെ സ്വദേശം. എത്രയോ വർഷങ്ങളായി നിലമ്പൂരിൽ ജീവിക്കുന്ന ആളാണ്. പക്ഷെ 2016 തൃപ്പൂണിത്തുറയിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്കുള്ള ഒരു അംഗം കുറിച്ചത്. 2016 തൃപ്പൂണിത്തുറയിൽ നിന്ന് സ്വരാജിന് ജയിക്കാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് അതേ മണ്ഡലത്തിൽ തന്നെ കോൺഗ്രസിലെ കെ ബാബുവിനോട് സ്വരാജിന് പരാജയപ്പെടേണ്ടി വന്നു. പക്ഷെ ഇക്കുറി സ്വന്തം ജന്മനാട്ടിലാണ് എം സ്വരാജിന്റെ അംഗം. എത്രയോ നാളുകൾക്ക് ശേഷം CPM സ്വന്തം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു. അതായത് വിജയത്തിനു വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ആശ്രയിക്കാതെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി CPM അവിടെ ഒരു വലിയ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. എം സ്വരാജിനുള്ള ഒരു പ്രത്യേകത എന്തെന്നാൽ ഒരുപാട് താത്വിക അവലോകനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും CPMന്റെ സൈബർ ഇടത്തിലായാലും മറ്റ് മേഖലകളിലായാലും തന്നെ ഒരു താത്വിക അവലോകനങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ആളുകൂടിയാണ് സ്വരാജ്. അത്തരത്തിലുള്ള ഒരു ഫോളോവേഴ്സ് കൂടിയൊക്കെ സ്വരാജിനുണ്ട്. എന്തായാലും സ്വരാജ് വലിയ ഒരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ചില കാഴ്ചപ്പാടുകളും എല്ലാം തന്നെ സ്വരാജ് പങ്കുവെക്കുന്നുണ്ട്. എം സ്വരാജ് പറയുന്നത് കേൾക്കാം. നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ചിത്രം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വളരെ ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് LDF സ്ഥാനാർത്ഥി എം സ്വരാജ് ആണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ ആവേശകരമായി മുൻപോട്ട് പോകുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നിലമ്പൂർ മണ്ഡലത്തിലെമ്പാടും മിനിറ്റുകൾ കഴിയുമ്പോൾ തന്നെ ഒരു ജനങ്ങളുടെ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നടക്കുകയുണ്ടായി. അതെല്ലാം പുതിയ അനുഭവമാണ്. 12 മണി സമയത്തും ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്തും ഇവിടെ വളരെ സ്നേഹനിർഭരമായ വലിയ പങ്കാളിത്തമുള്ള സ്വീകരണം. ഇങ്ങനെയുള്ള സ്വീകരണങ്ങളൊന്നും സമീപകാലത്ത് ഇവിടെ എവിടെയും നടന്നിട്ടില്ല. വലിയ ആവേശത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുന്ന ആവേശകരമായ അനുഭവമാണ് ഓരോ ദിവസം ചെല്ലുന്തോറും സ്ഥാനാർത്ഥി പര്യടനത്തിന് കിട്ടുന്നത്, ഇടതുപക്ഷത്തിന് ലഭിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞ സ്വന്തം നാട്ടിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്. അപ്പൊ എന്താ ഫീൽ? ജന്മനാട്ടിൽ മത്സരിക്കുക എന്ന് പറയുമ്പോൾ ജന്മനാടെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോത്തുകല്ല് പഞ്ചായത്തിലാണ് ഞാൻ ജനിച്ചത്. ചുരുക്കി പറഞ്ഞാൽ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലായി നല്ല ദീർഘകാലം ജീവിച്ചിട്ടുള്ള അനുഭവം കൂടി എനിക്കുണ്ട്. അതുകൊണ്ട് എവിടെ ചെല്ലുമ്പോഴും സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം ബാല്യകാലത്തുള്ള സുഹൃത്തുക്കൾ, ഒരുമിച്ച് പഠിച്ചവർ, സഹപ്രവർത്തകർ, അങ്ങനെയുള്ളവരെ ധാരാളമായി കാണുന്നുണ്ട്. ഈ പ്രചരണം ഒരു വശം നടക്കുമ്പോൾ ഒരുപാട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒരുപാട് നടക്കുന്നുണ്ട്. ഈ പെൻഷൻ വിഷയമായാലും അതോടൊപ്പം തന്നെ ഈ മലപ്പുറം പ്രസ്താവനയൊക്കെ ഒരുപാടാവുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ? അല്ലാതെ ഏത് തെരഞ്ഞെടുപ്പും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, നാടിന്റെ വികസന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളായിരിക്കണം ചർച്ച ചെയ്യേണ്ടതെന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ നമ്മുടെ എതിരാളികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിയോഗികളിൽ ചിലർ ഇതിനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ വിദ്വേഷത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വർഗീയ വിഷം വമിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ ചേരിതിരിവും ഭിന്നിപ്പും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, നാടിന് വിപത്ത് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് സാവധാനത്തിലാണെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് മനുഷ്യരാവുക എന്ന് മാത്രമാണ്. ആരോപണങ്ങൾ നടക്കുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ വന്യജീവി പ്രശ്നമാണ്. അത് ചർച്ചയാവാതെ പോകുന്നുണ്ട്, അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് ഗൌരവമായി ഉയർന്നു വരേണ്ടതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ഈ കിഴക്കനേറ നാട് വളരെ സമ്പന്നമായ വനാതിർത്തിയുള്ള ഒരു പ്രദേശമാണ്. മലയോര കർഷകരാണ് നല്ലൊരു ഭാഗം ആളുകൾ. അവരുടെ ജീവനും കൃഷിക്കും ഇപ്പോൾ ഒരു സംരക്ഷണവുമില്ല. ബാധകമായിട്ടുള്ള നിയമം വന്യജീവി സംരക്ഷണ നിയമമാണ്. ആ നിയമം മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പരിഗണനയും കൊടുക്കാത്ത നിയമമാണ്. മനുഷ്യരെ കൂടി പരിഗണിക്കണം. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ഇപ്പൊ രാജ്യം ഭരിക്കുന്നവർക്കാണ്. അവരതിന് തയ്യാറാവണം. കേന്ദ്രത്തിന്റെ മുൻപിൽ വന്യജീവി ആക്രമണം ഫലപ്രദമായി തടയുന്നതിനൊരു പദ്ധതിയും കേരളം സമർപ്പിച്ചിട്ടുണ്ട്. അതിന് അംഗീകാരം കൊടുക്കണം. രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി രംഗത്തിറങ്ങേണ്ടതാണ്. ആ സമയത്താണ് ചിലർ വിദ്വേഷം പറഞ്ഞു നടക്കുന്നത്.